നമ്മള് മെലസ്റ്റോമ നട്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. അപ്പൊ എന്നാ ഈ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. ഇളം കമ്പുകൾ വെച്ചതാണ് അത്യാവശ്യം നല്ലപോലെ നിൽക്കുന്നത്. അതെടുത്ത് നോക്കിയപ്പം വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. മൂത്ത കമ്പ് വെച്ചതിൻ്റെയൊക്കെ അവസ്ഥ ഏകദേശം ഇതുപോലായിരുന്നേ. ഇളം കമ്പ് 3 എനിക്ക് കിട്ടിയത്. അതിൽ 2 വേര് പൊട്ടിയിട്ടുണ്ട്, ഒരെണ്ണം ഒന്നും ആകാതെ അങ്ങനെ നിൽക്കുന്നു. ഇന്ന് എന്നാണേലും ഞാനിത് കുഴിച്ചു വെക്കാനൊന്നും നിന്നില്ല. നല്ല മഴച്ചാറ്റലൊക്കെ ഉള്ളത് കൊണ്ട് ഏതായാലും 2 ദിവസം ഇവിടെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്തു. അരയിലിയ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൂൺ ചെയ്ത കട്ടിങ്സ് അതിൽ തന്നെ കുഴിച്ചു വെച്ചത് നല്ല രീതിയിൽ നിൽക്കുന്നു കേട്ടോ. മഴ ആയതുകൊണ്ടായിരിക്കും ഒരു കുഴപ്പമില്ല നിൽക്കുന്നു. അതിന് വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. ഈ പ്ലാന്റ് ഞാൻ മഴയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് മാറ്റി വെച്ചതായിരുന്നേ. അതിൽ പുതിയൊരു കുഞ്ഞ് ഇലയും കൂടെ പൊട്ടി വരുന്നുണ്ട്. അന്നേരം ഇപ്പം അതിലോട്ട് വലിയ വലിയ തുള്ളികൾ വീഴുമ്പം ചിലപ്പോൾ അതങ്ങ് പോവുമല്ലോ. ഇതൊന്നും അധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റ്സും ആണല്ലോ. കൂണ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ അത് കഴിഞ്ഞ് കണ്ടത്തിലോട്ടൊന്ന് ഇറങ്ങിയായിരുന്നേ. നമ്മുടെ വീടിൻ്റെ താഴെ നമ്മുടെ പറമ്പും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമായത്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല കാട് പിടിച്ച് കിടക്കുക ഇവിടെപ്പിടി. കൊതുകിൻ്റെ സ്നേഹപ്രകടനം കാരണം അധികം നേരം അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല. പല വീഡിയോകളിലും ഈ ചെടിയെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. ഇതിനകത്ത് അലിക്വിഡ് ഷാമ്പൂ ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാണേലും എനിക്കത് തൊട്ടിട്ട് ബ്ലാ എനിക്കത് പറ്റിയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ വളരെ കാര്യമായിട്ട് നട്ടുവെച്ചിരിക്കുന്ന മണി പ്ലാന്റ് ഈ കാട് കയറിയതുപോലെ ഇവിടെ കിടക്കുന്ന കണ്ടപ്പം ഞാൻ ആകെപ്പാടെ ഷോക്കായിപ്പോയി. അപ്പോൾ ഇത് കാട്ടുചെടിയായിരുന്നു. നമ്മൾ ഇതുവഴിയൊക്കെ കിടന്ന് പരതിയെങ്കിലും കൂണൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ആകെപ്പാടെ ഒരു ഗുണം ഉണ്ടായെന്നാന്ന് വെച്ചാൽ കുറച്ച് കാന്താരി കിട്ടി. കാന്താരിക്കൊക്കെ എന്താ വില. കൂണെന്ന മോഹം ഉപേക്ഷിച്ച് കാന്താരിയുമായിട്ട് വീട്ടിൽ പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ.